Hello dears, welcome back to ISKC English. Hello dear students, നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ബ്ലോക്കിലെ നാലാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള അനലൈസിങ് ലിറ്ററേച്ചർ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നാലാമത്തെ യൂണിറ്റ് അനലൈസിങ് ലിറ്ററേച്ചർ എന്നുള്ളതാണ്. ഇന്നും എടുക്കുന്നത് ഓപ്പൺ വിൻഡോ എന്നുള്ളതിൻ്റെ അനലൈസേഷൻ തന്നെയാണ്. ഇന്ന് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് തീംസ് ആണ്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ തീമിൽ പറയുന്നത്. അപ്പോൾ തീമിൽ പറയുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇനി ഈ ഒരു ഓപ്പൺ വിൻഡോ ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ അനലൈസിങ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്കൊരു കവിതയുടെ കൂടി എടുക്കാറുണ്ട്. അപ്പോൾ ആ കവിത കൂടി എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ആവും. രണ്ടാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മൂന്നാമത്തെ ബ്ലോക്ക് ഗ്രാമറാണ് നമുക്ക് എടുക്കാനുള്ളത്. ആ മൂന്നാമത്തെ ബ്ലോക്ക് നമുക്ക് എടുക്കണം. പക്ഷെ ആ മൂന്നാമത്തെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒന്നാമത്തെ ബ്ലോക്കും രണ്ടാമത്തെ ബ്ലോക്കും അതിലെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഡിസ്കസ് ചെയ്യുക മാത്രമല്ല, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ നിങ്ങൾക്ക് നമ്മളെ ഈ ചാനലിലൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വീഡിയോ കാണുന്ന ചിലർ ക്വസ്റ്റ്യൻസ് ആവശ്യപ്പെടുന്നുണ്ട്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. കാരണം പഠിക്കേണ്ട കാര്യമാണല്ലോ, പഠിക്കണം എന്നുള്ള പിന്നെ ആവശ്യമുള്ള ആളുകളാണ്. എന്തായി കഴിഞ്ഞാലും ഒരു നല്ല ഉദ്ദേശമാണ്. അപ്പോൾ ആ ഒരു ആവശ്യം റെസ്പെക്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ബ്ലോക്ക് അത് തന്നതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ബ്ലോക്ക് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ആൻസേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയി തന്നെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഞാൻ നിങ്ങൾക്ക് നൽകാം. അതുമാത്രമല്ല, നമുക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് എന്ന് ചിലർ ഒരു സജഷൻ, അപ്പോൾ അതും നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്കതിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതുപോലെ എക്സാമിൻ്റെ നമ്മളൊരു പാറ്റേൺ, എന്തൊക്കെ ചോദ്യങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആദ്യം രണ്ടാമത്തെ ബ്ലോക്ക് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂന്നാമത്തെ ബ്ലോക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തിട്ട് 1-2 ബ്ലോക്കിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ട് മൂന്നാമത്തെ ബ്ലോക്കിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് തീംസ് ഓഫ് ദ സ്റ്റോറി എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഓപ്പൺ വിൻഡോയുടെ തീം എന്നുള്ളത്? അപ്പോൾ ഓപ്പൺ വിൻഡോയുടെ തീം പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം എന്തൊക്കെയാണ്. അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മറ്റു ചാപ്റ്റേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ മുൻപത്തെ ഒരു എസ്സേ, ഇപ്പോൾ നമുക്കറിയാം കലാമിൻ്റെ എസ്സേയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് എന്താണ് അതിൻ്റെ തീം, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൽ കുറച്ച് വ്യക്തികൾ നമ്മളവിടെ കാണുന്നില്ലേ, അതായത് ഗാന്ധി, അബ്രഹാം ലിങ്കൺ, അതുപോലെ തന്നെ ഖലീഫ ഉമർ, ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതൊക്കെ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നമുക്ക് പറയുമ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെയും തീം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ തീം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് കിയാസ്, വൈൽഡർനെസ് വിയസ് ഓർഡർ. കിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കോലം എന്നാണ്, അതായത് ഡിസോർഡർ. അതുപോലെ തന്നെ വൈൽഡർനെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, വൈൽഡ്നെസ് അല്ല, വൈൽഡ്നെസ് എന്ന് പറഞ്ഞാൽ വന്യത. അതുപോലെ തന്നെ വിയസ് ഓർഡർ, അതുപോലെ ഈ 2 കാര്യങ്ങളാണ്. ഈ ഇപ്പം പറഞ്ഞതിൻ്റെ ഒപ്പോസിറ്റ് ആണ് ഏത്? ഓർഡർ. അപ്പോൾ ഇവിടെ ഒരു ഓർഡറിനെ കുറിച്ചും ഒരു ക്രമത്തെക്കുറിച്ചും ക്രമമില്ലായ്മയും, അതായത് കിയാസ് ഓർ വൈൽഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ക്രമമില്ലായ്മയും, എന്നാൽ അതിന് ഒപ്പോസിറ്റ് ആയിട്ട് ഓർഡർ, ക്രമം, അടുക്ക്, ചിട്ടയെക്കുറിച്ചും അത് ഇതിൻ്റെ തീമായിട്ട് വരുന്നുണ്ട്. A usual and uneventful house visit is contrasted here with the usual and unusual incidents of ghost presence and fatal death. അതായത് ഒരു സാധാരണ വീട് സന്ദർശനം, ഒരു സാധാരണ
അതായത് യൂഷ്വൽ ആൻഡ് അൺഇവന്റ്ഫുൾ, ഒരു സാധാരണ അൺഇവന്റ്ഫുൾ സംഭവ ബഹുലമല്ലാത്ത അസാധാരണമായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ലാത്ത ഒരു സാധാരണ വീട് സന്ദർശനത്തിന് വിരുദ്ധമായിട്ട്, അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ അസാധാരണമായിട്ടുള്ള അൺയൂഷ്വൽ, അതുപോലെ തന്നെ എന്നാൽ സാധാരണ സംഭവങ്ങളുമുള്ള ഒരു വീട് സന്ദർശനം, ഒരു ഹൗസ് വിസിറ്റ് നമുക്കിവിടെ കാണാം. ഈ ഹൗസ് വിസിറ്റിൽ എന്താണ് അസാധാരണമായിട്ട് ഇവിടെ വരുന്നത്? അൺയൂഷ്വൽ ഇൻസിഡൻസസ് ഓഫ് ഗോസ്റ്റ് പ്രസൻസ് ആൻഡ് ഫേറ്റൽ ഡെത്ത്. ഗോസ്റ്റിന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ ഫേറ്റൽ ഡെത്ത്, മാരകമായിട്ടുള്ള മരണം. അപ്പോൾ ഇതാണ് ഇവിടെ ഒരു സാധാരണ ഹൗസ് വിസിറ്റിൽ നിന്നും, സാധാരണ ഒരു വീട്ടു സന്ദർശനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു കഥയിൽ ചില അസാധാരണ സംഭവങ്ങൾ, ഉദാഹരണത്തിന് ഗോസ്റ്റ് പ്രസൻസും അതുപോലെ തന്നെ അടുത്തത് പറയുന്നത് ഫേറ്റൽ ഡെത്ത്, മാരകമായിട്ടുള്ള മരണവുമെല്ലാം ഉൾപ്പെടുന്ന അസാധാരണമായിട്ടുള്ള ഒരു ഭവന സന്ദർശനം നമുക്കിവിടെ കാണാം. ദിസ് ടർബുലൻസ് എൻഡേഴ്സ് ദ വെൽ ഓർഗനൈസ്ഡ് സിറ്റിംഗ് റൂം സിനാരിയോ ത്രൂ ദ ഓപ്പൺ വിൻഡോ. ഈ ഒരു ടർബുലൻസ്, അതായത് ഈ ഒരു ബഹളവും തിരക്കും അലങ്കോലവുമെല്ലാം തുറന്നിട്ട വിൻഡോയിലൂടെയാണ് വളരെയധികം അടുക്കും ചിട്ടയുമുള്ള ക്രമമുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റിംഗ് റൂമിലേക്ക് വരുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പൺ വിൻഡോ, ആ ഒരു ഓപ്പൺ വിൻഡോയിലൂടെയാണ്, തുറന്നിട്ടിരിക്കുന്ന വിൻഡോയിലൂടെയാണ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു സിറ്റിംഗ് റൂം സെനാരിയോ, ആ ഒരു സിറ്റിംഗ് റൂം പശ്ചാത്തലത്തിലേക്ക് ടർബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹളങ്ങളും തിരക്കുമെല്ലാം വരുന്നത്. ഇനി നോക്കൂ, വിത്ത് വൈൽഡ് ഡോഗ്സ്, ഡേഞ്ചറസ് ടോപ്പോഗ്രാഫി ആൻഡ് എ ഫോറസ്റ്റ്. 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, വൈൽഡ് ഡോഗ്, ആ ഒരു വന്യമായിട്ടുള്ള ഡോഗ്, അതുപോലെ തന്നെ ഡേഞ്ചറസ് ടോപ്പോഗ്രാഫി, അപകടകരമായിട്ടുള്ള ആ ഒരു പ്രദേശം, അതുപോലെ തന്നെ ഫോറസ്റ്റ്. ഈ 3 കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ കഥാകൃത്തായിട്ടുള്ള മുൻറോ യൂസസ് സ്പെസിഫിക് കൈൻഡ് ഓഫ് അനാർക്കി ഇൻ ദിസ് നറേറ്റീവ്. ഈ നറേറ്റീവിൽ ഒരു അരാജകത്വത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡർ ഇല്ലായ്മ, അല്ലെങ്കിൽ ഒരു സാധാരണയ്ക്ക് വിപരീതമായിട്ടുള്ള ഒരു സാഹചര്യത്തെ പ്രസന്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമുക്ക് ഇത്തരമൊരു ചോദ്യത്തെ പ്രതീക്ഷിക്കാം. അതായത് ഈ ഒരു നറേറ്റീവിൽ മുൻറോ എങ്ങനെയാണ് അരാജകത്വത്തെ കൊണ്ടുവരുന്നത്, മുൻറോ എങ്ങനെ അനാർക്കിയെ കൊണ്ടുവരുന്നു. അനാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരാജകത്വം, അല്ലെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ളൊരു സാഹചര്യം, മോശമായിട്ടുള്ളൊരു സാഹചര്യം. ഇതാണ് ഈ അനാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നല്ല സന്തുലിതമായിരിക്കുന്ന അവസ്ഥയുടെ വിപരീതം, അസന്തുലിതമായ, അതായത് വളരെ പ്രോബ്ലംസ് ഉള്ള അത്തരം ഒരു അവസ്ഥയെ എങ്ങനെയാണ് മുൻറോ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ 3 കാര്യങ്ങളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തേത് വൈൽഡ് ഡോഗിനെയും അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ടോപ്പോഗ്രാഫി, അതുപോലെ ഫോറസ്റ്റ്, ഈ 3 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ എന്തൊക്കെ ഉപയോഗിച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് വൈൽഡ് ഡോഗ്സ്, ഡേഞ്ചറസ് ടോപ്പോഗ്രാഫി ആൻഡ് എ ഫോറസ്റ്റ്, മുൻറോ ബ്രിങ്സ് സ്പെസിഫിക് കൈൻഡ് ഓഫ് അനാർക്കി ഇൻ ദിസ് നറേറ്റീവ്. ഇങ്ങനെയാണ് അദ്ദേഹം ഒരു അനാർക്കി ഇവിടെ കൊണ്ടുവരുന്നത്. ദ ഓഥർ ഫ്രീക്വന്റ്ലി യൂട്ടിലൈസസ് ഡിസോർഡർ. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ ഇദ്ദേഹം ഡിസോർഡറിനെ ഉപയോഗിക്കുന്നുണ്ട്. ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രമമില്ലായ്മ, എല്ലാം അടുക്കും ചിട്ടയൊന്നുമില്ലാത്ത ഒരു ഡിസോർഡർ ഇദ്ദേഹം സ്ഥിരമായിട്ട് ഇദ്ദേഹത്തിന്റെ കഥകളിൽ ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ആസ് എ വേ ടു പാരഡി ഇംഗ്ലീഷ് സൊസൈറ്റീസ് ട്രഡിഷൻ. ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ആ ഒരു ട്രഡിഷൻ, ആ ഒരു പാരമ്പര്യത്തെ കളിയാക്കുന്നതിന് വേണ്ടി മുൻറോയുടെ ഒരു ട്രിക്കാണ് എന്ത്? ഡിസോർഡർ.
അപ്പോൾ മുൻറോ ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക്, അദ്ദേഹത്തിൻ്റെ ഒരു വേ, ഒരു രീതിയാണ് ഡിസോർഡർ. എന്തിനു വേണ്ടിയിട്ട്? ടു പാരഡി ഇംഗ്ലീഷ് സൊസൈറ്റീസ് ട്രഡിഷൻസ്, ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ട്രഡിഷനെ കാണിക്കുന്നതിന് വേണ്ടി. അപ്പൊ ഇതും ചോദിക്കാം, എങ്ങനെയാണ് അദ്ദേഹം എന്ത് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ട്രഡിഷനെ കാണിക്കുന്നു? ഡിസോർഡർ. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് സൊസൈറ്റിയുടെ ട്രഡിഷനെ അദ്ദേഹത്തിന് ഇത്രയ്ക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ കളിയാക്കുന്നത്. ബിക്കോസ് അതിന്റെ കാരണം പറയുന്നത്, ഹി ഫൈൻഡ്സ് അഡൾട്ട് ലൈഫ്സ് മോണോട്ടോണസ് ഓർഡർ ബോറിംഗ് ഇൻ കമ്പാരിസൺ ടു അനാർക്കി. അതായത് അരാജകത്വവുമായിട്ട്, ഈ അരാജകത്വം എന്ന് പറയുന്നത് വളരെ ബോറിംഗ് ആയിട്ടുള്ള, വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അനാർക്കി, അരാജകത്വം. നിങ്ങൾ അരാജകത്വം വാഴുക, അരാജകത്വം നിലനിൽക്കുക എന്നൊക്കെ കേട്ടില്ലേ? അക്രമകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അനാർക്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അനാർക്കിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം പറയാണ്, ആ ഒരു ഇംഗ്ലീഷ് ട്രഡിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ അഡൾട്ട് ലൈഫിന്റെ മൊണോട്ടോണസ് ഓർഡർ, അവിടുത്തെ ആ ഒരു വിരസമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബോറടിക്കുന്ന വിരസമായ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആവർത്തനമായിട്ടുള്ള അഡൾട്ടിന്റെ ജീവിതം എന്ന് പറയുന്നത് അനാർക്കിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വളരെ ബോറിംഗ് ആയിട്ടാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അതുകൊണ്ടാണ് അവിടുത്തെ അഡൾട്ടിന്റെ ലൈഫിനെ അല്ലെങ്കിൽ അഡൾട്ടിന്റെ മൊണോട്ടോണസ് ട്രഡിഷനെ അദ്ദേഹം പരിഹസിക്കുന്നത്. അടുത്തതായിട്ട് തീമിൽ വരുന്നത് എ ഡിസയർ ടു ഫ്ലീ. ഫ്ലീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എസ്കേപ്പ് എന്ന, രക്ഷപ്പെടുക, ഓടിപ്പോവുക. അപ്പൊ ഇതിൽ വരുന്ന അടുത്ത തീം എന്ന് പറയുന്നത് എ ഡിസയർ ടു ഫ്ലീ. അപ്പൊ ഇതിലെ തീം ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ രണ്ടാമത്തെ തീമാണ് എന്ത്? ഡിസയർ ടു ഫ്ലീ, ഡിസയർ ടു എസ്കേപ്പ്, രക്ഷപ്പെടാനുള്ള ആഗ്രഹം. രണ്ടു പേർക്കാണ് ആഗ്രഹമുള്ളത്. ആരൊക്കെയാണ് ആ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്? വെറ ആൻഡ് ഫ്രാംപ്ടൺ ഷെയർ. വെറയും ഫ്രാംപ്ടൺ രണ്ടുപേരും ഷെയർ ചെയ്യുന്നുണ്ട്, രണ്ടുപേരും കാണിക്കുന്നുണ്ട് ഡീപ്പ് ഡിസയർ ടു റൺ അവേ, ഓടിപ്പോവാൻ, രക്ഷപ്പെടാൻ ആ ഒരു സൊസൈറ്റിയിൽ നിന്നും. രണ്ടുപേർക്കും ആ സമൂഹത്തെ ഇഷ്ടമല്ല. ബോത്ത് വെറ ആൻഡ് മിസ്റ്റർ നട്ടൽ ഡിസ്ലൈക്ക് ദ സൊസൈറ്റി. രണ്ടുപേരും സൊസൈറ്റിയെ ഇഷ്ടപ്പെടുന്നില്ല. രണ്ടുപേരും ലോങ് ടു റൺ അവേ ഫ്രം ദർ, രണ്ടുപേരും അവിടെ നിന്നും ഓടിപ്പോവാൻ ആഗ്രഹിക്കുന്നവരാണ്. വെറ യൂസസ് ഹെർ ഇമാജിനേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ടു ട്രൈ ടു ഗെറ്റ് അവേ ഫ്രം ഗ്രോൺ അപ്പ് വേൾഡ് ഷീ ലിവ്സ് ഇൻ. അവൾ ജീവിക്കുന്ന മുതിർന്നവരുടെ ലോകം, ആ ലോകത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് വെറ കാണുന്നത് സ്റ്റോറി ടെല്ലിങ്ങും അതുപോലെ തന്നെ ഇമാജിനേഷൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇമാജിനേഷനിലൂടെ ഒരാൾക്ക് യഥാർത്ഥ ജീവിതത്തിൻ്റെ ഹാർഷ് റിയാലിറ്റീസിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമോ? രക്ഷപ്പെടാൻ കഴിയും, പക്ഷേ കുറച്ച് സമയത്തേക്ക്. അതായത് നമ്മളുടെ യഥാർത്ഥ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, ഹാർഡ്ഷിപ്സ്, പ്രയാസങ്ങൾ, ഡിഫിക്കൽട്ടീസ്, അതുപോലെ തന്നെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ഇതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം, താൽക്കാലികമായിട്ട് രക്ഷപ്പെടാം. എന്ത് ചെയ്താൽ മതി? നമ്മൾ താൽക്കാലികമായിട്ട് എങ്ങോട്ടൊന്ന് മാറുക? ഇൻ ടു ദ വേൾഡ് ഓഫ് ഇമാജിനേഷൻ, ഭാവനയുടെ ലോകത്തിലേക്ക് താൽക്കാലികമായിട്ട് നമ്മളൊന്ന് മാറുക. അങ്ങനെ ഒന്ന് മാറുന്നത് കൊണ്ട്, അപ്പോൾ ഇത് അവളുടെ ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ അവളുടെ ഒരു രീതിയാണ്. എന്ത്? യഥാർത്ഥ ജീവിതത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ, അഡൾട്ട് ലൈഫിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ട മാർഗമായിട്ട് വെറ സീസ് ഇമാജിനേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ഇത് രണ്ടിനെയും അവൾ എന്ത് ചെയ്യുന്നു? യഥാർത്ഥ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് അവൾ കാണുന്നു. ഇൻ ആൻ എഫേർട്ട് ടു ഗോ അവേ ആൻഡ് ഹീൽ ഫ്രം ഹിസ് നെർവ് എയിൽമെന്റ്. തൻ്റെ നെർവ് എയിൽമെന്റ്, തൻ്റെ വിഷാദ രോഗം. എയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഡിസീസ് എന്ന രോഗം.
രോഗത്തെ നമ്മൾ എയിൽമെന്റ് എന്ന് വിളിച്ചാലും രോഗമാണ്, ഇൽനെസ് എന്ന് വിളിച്ചാലും രോഗമാണ്. അപ്പൊ തൻ്റെ രോഗം ഹീൽ ചെയ്യുന്നതിന്, തൻ്റെ രോഗം ഭേദമാകുന്നതിനും അതുപോലെ തന്നെ അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനും, എഫേർട്ട് ടു ഗോ എവേ, അപ്പൊ അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് അല്ലെങ്കിൽ ഒന്ന് മാറുന്നതിനും വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഫ്രാംപ്ടൺ ഈസ് ബ്രോട്ട് ടു എ സ്മാൾ ടൗൺ ഇൻ ദ കൺട്രി സൈഡ്. നാട്ടിൻ പുറത്തുള്ള ഒരു കൊച്ചു ടൗണിലേക്ക് ഫ്രാംപ്ടൺ വരുന്നത്. പക്ഷേ അയാളുടെ നിർഭാഗ്യവശാൽ അയാൾ എത്തിപ്പെട്ടത് വളരെ കുതന്ത്ര ബുദ്ധിയുള്ള വെറയുടെ കൈകളിലായിപ്പോയി. അത് അദ്ദേഹത്തിന്റെ നിർഭാഗ്യം. അപ്പൊ എന്താ പറയുന്നത്? മിസ്റ്റർ നട്ടൽ അയാളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇൻ ആൻ എഫേർട്ട് ടു ഗോ അവേ ആൻഡ് ഹീൽ ഫ്രം ഹിസ് നെർവ് എയിൽമെന്റ്, തൻ്റെ വിഷാദ രോഗം, ആ വിഷാദ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി, അതൊന്ന് മാറുന്നതിന് വേണ്ടി ഫ്രാംപ്ടൺ ഈസ് ബ്രോട്ട് ടു എ സ്മാൾ ടൗൺ ഇൻ ദ കൺട്രി സൈഡ്, നാട്ടിൻ പുറത്തുള്ള ഒരു കൊച്ചു ടൗണിലേക്ക് മിസ്റ്റർ ഫ്രാംപ്ടൺ വരുന്നു. എന്നാൽ വെറാസ് എസ്കേപ്പ് സക്സീഡ്സ് ആൻഡ് ഈസ് എൻജോയബിൾ, എന്നാൽ വെറയുടെ രക്ഷപ്പെടല് ഭാഗികമായിട്ട് വിജയിക്കുകയും അത് ആസ്വാദനകരവുമാണ്, എൻജോയബിൾ ആണ്. അപ്പൊ എങ്ങനെയാണ് വെറ രക്ഷപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാം. അതായത് വെറ രക്ഷപ്പെട്ടത് എങ്ങനെയാ? ഷീ എൻറ്റേഴ്സ് ഇൻടു ദ വേൾഡ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. അതിലവള് ഭാഗികമായിട്ട് ഷീ സക്സീഡ്സ്, പാർഷ്യലി ഭാഗികമായിട്ട് അതിലവൾ വിജയിക്കുന്നു. മാത്രമല്ല ആൻഡ് ഈസ് എൻജോയബിൾ, മാത്രമല്ല അത് ആസ്വാദനകരവുമാണ്. എന്നാൽ എന്നാൽ ഫ്രാംപ്ടന്റെ കാര്യം എന്താ? ഈസ് ലെസ് സക്സസ്ഫുൾ, അയാള് വിജയിച്ചില്ല. മാത്രമല്ല കോസസ് മോർ ടെർമോയിൽ ദാൻ ക്വയറ്റ്, അയാൾക്ക് അയാളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ശാന്തതയേക്കാൾ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വന്നത്. അയാൾ എന്ത് പ്രതീക്ഷിച്ചാണോ വന്നത് അതിനേക്കാൾ ദുരിതങ്ങൾ, ടെർമോയിൽ മീൻസ് പ്രോബ്ലംസ്, ഡിഫിക്കൽട്ടീസ്, പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ് ഉണ്ടായത്. അപ്പൊ ഇതാണ് ഡിസയർ ടു ഫ്ലീ, രണ്ടാമത്തെ തീം. ഇനി മൂന്നാമത്തെ തീം എന്ന് പറയുന്നത്, ഇതിൽ മൂന്നാമത്തേതായിട്ട് വരുന്നത് ദ ഇമ്പാക്റ്റ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. മൂന്നാമത്തേത് സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഇമ്പാക്റ്റ് ആണ്. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ്, അതിന്റെ സ്വാധീനം എന്നുള്ളതാണ്. ഇൻ ഹിസ് റൈറ്റിംഗ് മൊൺറോ ഫ്രീക്വന്റ്ലി എംപ്ലോയ്സ് ദ സ്റ്റോറി വിത്തിൻ എ സ്റ്റോറി അപ്രോച്ച്. മൊൺറോ തൻ്റെ കഥകളിൽ സാധാരണമായിട്ട് ഒരു കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥ എന്ന് പറയുന്ന ഈ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ്, ഈ ഒരു സമീപനം മൊൺറോ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഒരു കഥയ്ക്കുള്ളിൽ മറ്റൊരു കഥ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കോമൺ മെത്തേഡാണ്. അദ്ദേഹം പൊതുവായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇൻ ദ ഓപ്പൺ വിൻഡോ, ഈ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്ന ഈ കഥയിൽ ഹി ഗോസ് വൺ സ്റ്റെപ്പ് ഫർദർ, അദ്ദേഹം ഒരു പടി കൂടി മുന്നിലോട്ട് പോവാണ്. അതായത് മറ്റു കഥകളിലൊന്നും ഇല്ലാത്ത ഒരു കാര്യം കൂടി അദ്ദേഹം ഇവിടെ ചെയ്യുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ എംപ്ലോയിങ് വെറ ആസ് ദ സ്റ്റോറി ടെല്ലർ ടു എക്സ്പ്രസ് എ സബ്ജക്റ്റ് അബൌട്ട് സ്റ്റോറി ടെല്ലിംഗ് ആസ് എ ഫോം ഓഫ് ആർട്ട്. ഇവിടെ മറ്റുള്ളവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു കാര്യം പ്രത്യേകം പറയാണ്. അതാണ് ഒരു പടി മുന്നിലോട്ട് വരുന്നു എന്ന് പറഞ്ഞത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറയെ ഒരു സ്റ്റോറി ടെല്ലറായി പ്രസന്റ് ചെയ്തിട്ട് അതിലൂടെ അദ്ദേഹം ഒരു സബ്ജക്റ്റ് തൻ്റെ റീഡേഴ്സിനോട് പറയാണ്. എന്ത് സബ്ജക്റ്റാണ് മൊൺറോ വെറയിലൂടെ പറയുന്നത്? അദ്ദേഹം പറയാണ് സ്റ്റോറി ടെല്ലിംഗ് ഈസ് ആൻ ആർട്ട്. അതായത് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത് അതൊരു കലയാണ് എന്നുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ എന്ന ഒരു സബ്ജക്റ്റ് കൂടി അദ്ദേഹം ഇവിടെ പറയാണ്. സ്റ്റോറി ടെല്ലിംഗ് ആസ് എ ഫോം ഓഫ് ആർട്ട്, സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത് അതൊരു കലാരൂപമാണ് എന്ന് കൂടി അദ്ദേഹം ഇവിടെ പറഞ്ഞു വെക്കുന്നു. ബോത്ത് വെറ ആൻഡ് മൊൺറോ യൂസ് ഷോർട്ട് ടെയിൽ ടു ഡിസീവ് ദെയർ ഓഡിയൻസ്. അതായത് വെറയും മൊൺറോയും, ഈ വെറ എന്ന് പറയുന്നത് നമുക്കറിയാം ക്രിയേഷൻ ഓഫ് മൊൺറോ ഓർ എ ക്യാരക്ടർ ഓഫ് മൊൺറോ. മൊൺറോയുടെ ഒരു കഥാപാത്രമാണ് ആര്? വെറ. ഈ മിസ്റ്റർ മൊൺറോയും
അതായത് നമ്മളുടെ റൈറ്ററും അതുപോലെ അദ്ദേഹത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള വെറ, ഇവർ രണ്ടുപേരും എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ കഥകളിലൂടെ തന്റെ ഓഡിയൻസിനെ ഡിസീവ് ചെയ്യുന്നുണ്ട്. അതായത് ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഒന്നുകൂടി ചെറുതായിട്ട് പറഞ്ഞാൽ ഓഡിയൻസിനെ ചതിക്കുന്നു അല്ലെങ്കിൽ വഞ്ചിക്കുന്നു. ഇതാണ് ഡിസീവ് എന്ന വേർഡിന് അർത്ഥം. ബോത്ത് വെറ ആൻഡ് മുൻറോ യൂസ് ദ ഷോർട്ട് ടെയിൽ മീൻസ് സ്റ്റോറി ടു ഡിസീവ് ദയർ ഓഡിയൻസ്. ഓഡിയൻസിനെ വഞ്ചിക്കുന്നതിന് വേണ്ടി രണ്ടുപേരും ഇത്തരം ചെറിയ കഥകൾ ഉപയോഗിക്കുന്നു. മൊൻറോ, ഇനി നമ്മളുടെ കഥാകൃത്ത് മൊൻറോ, ഹു പ്രൈമറിലി യൂസസ് ഷോർട്ട് സ്റ്റോറീസ് ടു എക്സ്പ്രസ് ഹിസ് ഐഡിയാസ്. മുൻറോ അദ്ദേഹം തൻ്റെ ഐഡിയാസിനെ എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഷോർട്ട് സ്റ്റോറി ഉപയോഗിക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഇവിടെ ഇൻകോർപ്പറേറ്റ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ഷോർട്ട് സ്റ്റോറി ടെല്ലിംഗ്. ഇവിടെ ഈ ഒരു കഥയിൽ ദ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്ന കഥയിൽ അദ്ദേഹം ഇൻകോർപ്പറേറ്റ്, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, കോപ്പറേറ്റ് എന്ന വേർഡിന്റെ കൂടെ ഇന്ന് ചേർത്തി ഉണ്ടാക്കുന്ന ഒരു പദമല്ല ഇൻകോപ്പറേറ്റ്. ഇൻകോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു പദമാണ്. ഇൻകോർപ്പറേറ്റ് എന്ന പദത്തിന്റെ അർത്ഥം പല കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പല കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 2 മതി കേട്ടോ. അപ്പൊ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കഥയോടുകൂടി അദ്ദേഹം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. എന്തിനെ? ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പൊ ഈ കഥയിൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കൂടി ഈ കഥയോട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു, ഈ കഥയോട് സമന്വയിപ്പിക്കുന്നു അല്ലെങ്കിൽ യോജിപ്പിക്കുന്നു. ഇൻ ദിസ് സ്റ്റോറി, എന്നിട്ട് ടു കൺവേ അദ്ദേഹം നമുക്കൊരു ആശയം തരുന്നു. കൺവേ മീൻസ് ടു ഗിവ്. എന്താണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്? ഇറ്റ്സ് ഹാർമണി വിത്ത് കോമിക് പ്ലോട്ട്. അതായത് എന്നിട്ട് അദ്ദേഹം റീഡേഴ്സിന് പറഞ്ഞു കൊടുക്കുകയാണ് കോമിക് പ്ലോട്ടിനോട്. അതായത് കോമഡിയും അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്ങും എന്താണ്, ഇവയ്ക്കിടയിൽ ഒരു ഹാർമോണി ഉണ്ട്. എന്താ ഹാർമോണി എന്ന് പറഞ്ഞാൽ? ഐക്യം, യോജിപ്പ് എന്നാണ് പറഞ്ഞു തരുന്നത്. അദ്ദേഹം ഈ കഥയ്ക്കുള്ളിൽ, ഈ കഥയിൽ ഇതൊരു കോമിക് സ്റ്റോറിയാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് കോമിക്കാണ്. അപ്പൊ ഇതില് അദ്ദേഹം സ്റ്റോറി ടെല്ലിംഗ് കൂടി കൊണ്ടുവന്നിട്ട് റീഡേഴ്സിനോട് അദ്ദേഹം പറയാണ് കോമഡിയും അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്ങും രണ്ടും എന്ത് ചെയ്യും? ഒരുമിച്ച് പോകും. അതായത് രണ്ടും തമ്മിൽ എന്തുണ്ട്? ഒരു ഐക്യമുണ്ട് അല്ലെങ്കിൽ ഒരു യോജിപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ഇത്രയുമാണ് ദ ഇമ്പാക്റ്റ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത്. ഇനി അടുത്തത് റൂറൽ പീസ് എന്നുള്ളതാണ്. ഗ്രാമത്തിന്റെ സമാധാനം. റൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമം എന്നാണ്. റൂറൽ അല്ലെങ്കിൽ റസ്റ്റിക് എന്നൊക്കെ പറഞ്ഞാൽ, എന്നാൽ അർബൺ എന്ന് പറഞ്ഞാൽ നഗരം എന്നാണ്. ദ റൂറൽ കാം, ആ ഒരു ഗ്രാമീണ ശാന്തത. ആൻഡ് ദ കിയാസ് വേഴ്സ് ഓർഡർ തീംസ് ആർ സ്ട്രോങ്ലി റിലേറ്റഡ്. അപ്പൊ ഈ ഒരു കഥയിൽ വരുന്ന തീമുകളാണ് ഏതൊക്കെ? റൂറൽ കാം, ദ കിയാസ്. കിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കോലം, ബഹളങ്ങള്, ഓർഡർ അതുപോലെ തന്നെ ക്രമം. ഇവയെല്ലാം സ്ട്രോങ്ലി റിലേറ്റഡ്, പരസ്പരം കണക്ഷൻ ഉള്ളവയാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് പറയാം, ഇവ മൂന്നും പരസ്പരം ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദീസ് തീംസ് ആർ സ്ട്രോങ്ലി റിലേറ്റഡ്. ഇവയെല്ലാം ശക്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ഇനി മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. ഈ കഥയിലെ ഒരുപാട് കഥാപാത്രങ്ങൾ, ഇവിടെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഈ കഥയിലെ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് മേക്ക് റെഫറൻസ് ടു ദി അപ്പാരന്റ് ട്രാങ്ക്വിലിറ്റി ഓഫ് റൂറൽ ഏരിയ. അതായത് ഗ്രാമപ്രദേശത്തിലെ ട്രാങ്ക്വിലിറ്റിയെ കുറിച്ച്. ട്രാങ്ക്വിലിറ്റി മീൻസ് കാംനെസ്, അതായത് ശാന്തത. അപ്പൊ ഈ കഥാപാത്രങ്ങളെല്ലാം ഗ്രാമപ്രദേശത്തിലെ ട്രാങ്ക്വിലിറ്റി, അപ്പാരന്റ് ട്രാങ്ക്വിലിറ്റി, വ്യക്തമായിട്ടുള്ള ശാന്തത, കാംനെസ്, ആ ഒരു ശാന്തതയ്ക്കുള്ള റഫറൻസ്, തെളിവാണ് ഈ കഥാപാത്രങ്ങൾ. അപ്പൊ ഗ്രാമത്തിലെ ഗ്രാമത്തിലെ ശാന്തതയെക്കുറിച്ച് ഈ കഥാപാത്രങ്ങൾ റഫറൻസ് ആണെന്ന് പറഞ്ഞാൽ ദീസ് ക്യാരക്ടേഴ്സ് ഓർ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് സ്പോക്ക് ഓഫ് ട്രാങ്ക്വിലിറ്റി ഓഫ് റൂറൽ ഏരിയ.
അതായത് ഈ കഥാപാത്രങ്ങൾ, മൾട്ടിപ്പിൾ കഥാപാത്രങ്ങൾ എന്ത് ചെയ്യുന്നു? സ്പോക്ക്, സംസാരിക്കുന്നു. എന്തിനെ കുറിച്ചാണ് ഈ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നത്? അപ്പാരന്റ് ട്രാങ്ക്വിലിറ്റി ഓഫ് ദി റൂറൽ ഏരിയ, റൂറൽ ഏരിയയിലെ ശാന്തതയെക്കുറിച്ച് കൃത്യമായ തെളിവ് ഈ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്രാംപ്ടൺസ് ഡോക്ടേഴ്സ്, ഫ്രാംപ്ടന്റെ ഡോക്ടേഴ്സ് അഡ്വൈസ് ഇറ്റ് ആസ് എ റിട്രീറ്റ് ടു സൂത്ത് ഹിസ് ആങ്ഷൈറ്റി. ആങ്ഷൈറ്റി മീൻസ് ഉത്കണ്ഠ. അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയ്ക്ക് ഒരു ആശ്വാസമായിട്ട്, പരിഹാരമായിട്ട് ഗ്രാമത്തിലേക്കുള്ള ഒരു റിട്രീറ്റ്, ഒരു തിരിച്ചുപോക്ക് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡോക്ടേഴ്സിൻ്റെ വാക്കിൽ നിന്നും ഗ്രാമപ്രദേശത്തിലെ ശാന്തതയെക്കുറിച്ച് ഒരു റഫറൻസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഫ്രാംപ്ടൺ തന്നെ പറയുന്നുണ്ട്, ഫ്രാംപ്ടൺ എക്സ്പ്രസസ് അമേസ്മെന്റ് ദാറ്റ് ട്രാജഡി കുഡ് ഹെവർ ഹാപ്പൺ ഇൻ സച്ച് എ സെറീൻ സെറ്റിംഗ്. ഇത്തരം ഒരു സെറീൻ സെറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തമായിട്ടുള്ള ഒരു സെറ്റിംഗ്, ഒരു പശ്ചാത്തലത്തിൽ ഒരു ട്രാജഡി സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അദ്ദേഹം ആശ്ചര്യപ്പെടുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അത്ഭുതം കൂറുന്നുണ്ട്, അത്ഭുതപ്പെടുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരം ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ, ഒരു സെറീൻ സെറ്റിങ്ങിൽ ഒരിക്കലും അദ്ദേഹം എന്താണ് പറയുന്നത്? അമേസ്മെന്റ്, അദ്ദേഹത്തിന് ആശ്ചര്യമാണ് എന്ത്? ട്രാജഡി കുഡ് എവർ ഹാപ്പൺ, എപ്പോഴെങ്കിലും, അതായത് എപ്പോഴെങ്കിലും ഒരു ദുരന്തം ഇത്തരം ഒരു സിറ്റുവേഷനിൽ, ഒരു സെറീൻ സെറ്റിങ്ങിൽ എപ്പോഴെങ്കിലും ഒരു ദുരന്തം സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്കും ഒരു ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെ അവിടെ നമുക്ക് കാണാം. ഇനി അടുത്ത ഇതിലെ തീം എന്ന് പറയുന്നത് കോമഡിയാണ്. ഇതിലെ കോമിക് ക്യാരക്ടർ എന്ന് പറയുന്നത് വെറയാണ്. വെറ സ്റ്റോറീസ് ആർ ഷോൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ടു ബി മാജിക്കൽ. ഈ കഥയുടെ അവസാനത്തിൽ വെറയുടെ സ്റ്റോറിയെ മാജിക്കലായിട്ടാണ് കാണിക്കുന്നത്, മാന്ത്രികമായിട്ട്. കാരണം ഒരു മാന്ത്രിക ശേഷി, ഒരു മാജിക്കൽ ടച്ച് വെറയുടെ കഥകൾക്കുണ്ട്, ഒരു മാജിക്കൽ ടച്ച്. അതുപോലെ തന്നെ ആൻഡ് ഹിലാരിയസ് ഡെലൂഷൻസ് ഓഫ് എ ചൈൽഡ്സ് ക്രിയേഷൻ, ഒരു കുട്ടിയുടെ ക്രിയേഷൻ്റെ, ഒരു കുട്ടിയുടെ ഭാവനയുടെ ഒരു ഹിലാരിയസ് ഡെലൂഷൻസ്, അതായത് വളരെ രസകരമായിട്ടുള്ള, ഹിലാരിയസ് മീൻസ് ഫണ്ണി, വളരെ രസകരമായിട്ടുള്ള ഒരു ഭാവനയായിട്ട്, അല്ലെങ്കിൽ ഒരു 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 ചിന്തയായിട്ട്. സാധാരണ ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ ധാരണ എന്നൊക്കെയാണ്. ഇതിനെ ആ രീതിയിലാണ് ഇവിടെ കാണുന്നത്. കാരണം വേറെ ചെയ്ത കാര്യം ഒരു വലിയ പ്രശ്നമായിട്ടൊന്നും കാണണ്ട, അതൊരു കൊച്ചുകുട്ടിയുടെ ഒരു ഭാവനയായിട്ട്, അവളുടെ ഒരു ക്രിയേഷനായിട്ട് അതിനെ കണ്ടാൽ മതി. Therefore, humor is presented as an escape from serious and stuffy environment and way of life. ഇവിടെ ഈ കഥയിലെ ഹ്യൂമറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, നർമ്മത്തെ പ്രസന്റ് ചെയ്തിരിക്കുന്നത് ആസ് ആൻ എസ്കേപ്പ് ഫ്രം സീരിയസ് ആൻഡ് സ്റ്റഫി എൻവയോൺമെന്റ്. വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ മടുപ്പുള്ള, വളരെ ബുദ്ധിമുട്ടുള്ള, അതൊക്കെയാണ് സ്റ്റഫി, അത്തരം ഒരു എൻവയോൺമെന്റ്, അത്തരം ഒരു അന്തരീക്ഷത്തിൽ നിന്നും, ചുറ്റുപാടിൽ നിന്നും, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നുമുള്ള ഒരു എസ്കേപ്പ്, ഒരു രക്ഷപ്പെടലായിട്ടാണ് ഹ്യൂമറിനെ കാണുന്നത്. അതുപോലെ തന്നെ ആൻഡ് വേ ഓഫ് ലൈഫ്, അത്തരം ഒരു ജീവിത രീതിയിൽ നിന്നും, വളരെ ബുദ്ധിമുട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നും, അതുപോലെ അത്തരം എൻവയോൺമെന്റിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇവിടെ ഹ്യൂമറിനെ കാണുന്നത്. അപ്പം ഇത്രയാണ് കോമഡിയെ കുറിച്ച് ഇവിടെ തീമായിട്ട് പറയാനുള്ളത്. അവസാനമായിട്ട് വിൻഡോ ആസ് എ സിംബൽ. ഈ ഒരു ഫ്രഞ്ച് വിൻഡോയെ ഇവിടെ ഒരു സിംബലായിട്ടാണ് കാണുന്നത്. ഇതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എന്തിൻ്റെ സിംബലാണ്, അതായത് എന്തിനെയാണ് ഈ ഓപ്പൺ വിൻഡോ സിംബലൈസ് ചെയ്യുന്നത്? ഒന്ന് നോക്കിക്കോളൂ. ദ വിൻഡോ സെർവ്സ് ആസ്, ഈ വിൻഡോ എന്തായിട്ടാണ് ഇവിടെ വരുന്നത്? ദ വിൻഡോ സെർവ്സ് എന്ന് പറഞ്ഞാൽ വിൻഡോ ആകുന്നു എന്നാണ് നമ്മൾ അർത്ഥം പറയുന്നത്. സെർവ്സ് ആസ് എന്തായിട്ടാണ് സെർവ് ചെയ്യുന്നത്? ബോത്ത് എ റെപ്രസെന്റേഷൻ ഓഫ്
അതായത് ഇത് ഈ ഒരു വിൻഡോ റെപ്രസെന്റേഷൻ ആണ്, അല്ലെങ്കിൽ വിൻഡോ റെപ്രസെന്റ് ചെയ്യുന്നു, പ്രതിനിധീകരിക്കുന്നു. എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഒന്നിനെ അല്ല. ഈ വിൻഡോ ബോത്ത് എ റെപ്രസെന്റേഷൻ, ഒന്നല്ല രണ്ട് റെപ്രസെന്റേഷൻ ആണ്. രണ്ടാളുകളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, രണ്ട് കാര്യങ്ങളുടെ റെപ്രസെന്റേഷൻ ആണ് വിൻഡോ. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? ഓഫ് വെറാസ് വിവിഡ് ഇമാജിനേഷൻ ആൻഡ് ഓഫ് ആൻഡ്സ് ഡിസയർ. അതായത് ഒന്ന് വെറയുടെ സങ്കല്പത്തിന്റെ, ഇമാജിനേഷൻ ഓഫ് വെറ. അപ്പൊ ദ വിൻഡോ ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് വെറാസ് ഇമാജിനേഷൻ. ഒന്ന് വെറയുടെ ഇമാജിനേഷൻ, വിവിഡ് ഇമാജിനേഷൻ മീൻസ് ക്ലിയർ ഇമാജിനേഷൻ, വ്യക്തമായിട്ടുള്ള അവളുടെ വെറയുടെ ഭാവനയുടെ പ്രതീകമാണ് ഈ വിൻഡോ. രണ്ടാമത്തേത് ഓഫ് ദി aunt's desire, അമ്മായിയുടെ ആഗ്രഹം. എന്താണ് ഡിസയർ? ദാറ്റ് her husband and brothers will come back, അവരുടെ ബ്രദേഴ്സും ഹസ്ബൻഡും തിരിച്ചു വരും എന്ന ഡിസയർ. അതായത് വേട്ട കഴിഞ്ഞ് മടങ്ങി വരും, ഹണ്ടിങ് കഴിഞ്ഞിട്ട്. അതാണ് ഈ രണ്ട് കാര്യങ്ങൾ. അപ്പൊ ഒന്നാമത്തേത് ഇമാജിനേഷൻ ഓഫ് വെറ, രണ്ടാമത്തേത് പറയുന്നത് ഡിസയർ ഓഫ് aunt, അമ്മായിയുടെ ആഗ്രഹം. എന്താണ് ആഗ്രഹം? her husband and brothers will come back after hunting. വെറ makes use of the window, ഈ വിൻഡോയെ വെറ ഉപയോഗിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ടു എസ്കേപ്പ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ടു എസ്കേപ്പ് ദ ഡൾ ഗ്രോൺ അപ്പ് വേൾഡ്, അതായത് വളരെ ഡള്ളായിരിക്കുന്ന, വളരെ ബോറിംഗ് ആയിരിക്കുന്ന ഈ മുതിർന്നവരുടെ ലോകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് വെറ വിൻഡോയെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് ടു കൺജൂർ അപ്പ് ടു മോർ ഫാന്റസി വൺ, അതുപോലെ തന്നെ ഈ ഒരു വേൾഡ് ഓഫ് ഗ്രോണപ്സ്, ഡൾ വേൾഡ് ഓഫ് ഗ്രോണപ്സ്, മുതിർന്നവരുടെ ലോകത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ട് ടു കൺജൂർ, ടു എൻറ്റർ അപ്പ് എ മോർ ഫാന്റസി വൺ, കൂടുതൽ ഭാവന നിറഞ്ഞ ഒരു ലോകത്തിലേക്ക് ചേക്കേറുക. അവ മുതിർന്നവരുടെ ഡള്ളായിരിക്കുന്ന, വളരെ ബോറടിപ്പിക്കുന്ന ഈ ലോകത്തിൽ നിന്നും രക്ഷപ്പെട്ട് എന്തു ചെയ്യണം? മോർ ഫാന്റസി, കൂടുതൽ ഭാവനയുള്ള ഇമാജിനേഷന്റെ ഒരു ലോകത്തിലേക്ക് ചേക്കേറുക എന്ന അവളുടെ ആഗ്രഹത്തെ സാധിക്കുന്നതിന് വേണ്ടി അവൾ ഈ വിൻഡോ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തു? ഓപ്പൺ വിൻഡോ എന്നുള്ളത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് ജസ്റ്റ് ഒരു കവിതയാണ് ഇനി നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ആ കവിത കൂടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ബ്ലോക്ക് തീർന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശേഷം നമുക്ക് 1ഉം 2ഉം ബ്ലോക്കിലെ ക്വസ്റ്റ്യൻസ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സാധാരണ പറയുന്ന പോലെ, നിങ്ങൾക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നരുത്, സാധാരണ പറയുന്ന പോലെ പറയാണ്. നിങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ ഓൾ.